the boy in the miracle of Jesus. No person is too small for Jesus to use. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിന്റെ വിരുന്നാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ ദൈവരാജ്യത്തിന്റെ വിരുന്നിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി നോക്കണം, 50, 60, 70, 80, 90 വയസ്സുള്ള ഒരാളല്ല. പ്രിയമുള്ളവരെ, ഏകദേശം 13, 14 വയസ്സുള്ള ഒരു യഹൂദ ബാലനാണ്. ഒരുപക്ഷെ അത്രയും പ്രായം കാണും, അല്ലെങ്കിൽ അതിനേക്ക് താഴേക്കുള്ള പ്രായമേ കാണും. ഒരു കുഞ്ഞ്, ലാഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ ബോയ് എന്നുള്ളതാണ്. നമുക്ക് പറയാം ഏകദേശം 10 വയസ്സ് പ്രായമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അനുമാനിക്കാം. അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെയാണ് ദൈവരാജ്യത്തിന്റെ വിരുന്നിനു വേണ്ടി തെരഞ്ഞെടുക്കുന്നത്. 5000 പുരുഷന്മാരും അത്രത്തോളം സ്ത്രീകളും കുഞ്ഞുങ്ങളും, ഏകദേശം 10,000 ആളുകൾ ഉള്ള വലിയ ഒരു സമൂഹത്തിൽ നിന്നും ഒരു കുഞ്ഞിനെ തെരഞ്ഞെടുക്കുന്നതായ യഹോവയുടെ മഹത്വത്തെ ഞാൻ നിങ്ങൾ ദർശിക്കണം. അതുകൊണ്ടാണ് സുവിശേഷ ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെ ഉള്ളവരുടേതല്ലയോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നിയോ പെന്തിക്കോസ്റ്റലിസം ഒക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പലവിധ പഠിപ്പിക്കലുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഫോൾസ് ടീച്ചിങ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളെ അവർ പ്രായമാകുമ്പോഴേ അവർ കൊള്ളാവും, അപ്പോഴേ ഇവരുടെ പള്ളിയിൽ ഇവർക്ക് കൂദാശകളും ആരാധനകളൊക്കെ കൊടുക്കാവൂ എന്ന് പറയുന്നതായ ഒരു സമൂഹത്തിന്റെ മധ്യേ യേശു തമ്പുരാൻ വ്യത്യസ്തനായ ഒരു ഗുരുവായി, അധ്യാപകനായ ഒരു മസായയായി നിൽക്കുകയാണ്. പറയുന്നു, he picked up a small boy, a lad having 5 loaves and 2 fish. 5 അപ്പവും 2 മീനുമുള്ള, കരങ്ങളിലേന്തിയ വിഭവങ്ങളുള്ള സമൃദ്ധി. 5000 പേരോ 10000 പേരോ ഉണ്ടായിട്ട് കാര്യമില്ല. പ്രായം 50, 60, 100 ഒന്നും ആയിട്ട് കാര്യമില്ല. പ്രിയമുള്ളവരെ, നിന്റെ കയ്യിൽ യേശുവിന് കൊടുക്കുവാനായിട്ട് എന്തുണ്ട്? അത് പ്രായവ്യത്യാസം കൂടാതെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഈ ചെറു സംഭവത്തിലൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ അത്ഭുത പ്രവൃത്തിയിൽ ഈ ബാലകനെ നമുക്ക് നോക്കിക്കാണാം. ദ ബോയ് ഇൻ ദ മിറക്കിൾ ഓഫ് ജീസസ്. 4 ആർട്സ്. His role in the miracle. Secondly, his reservation, his presence in the crowd of Jesus. Thirdly, his resolution to be generous. And 4th R is resources. His resources in the miracle of Jesus. First of all, his role. Secondly, reservation, resolution, and resources. ഒന്ന്, ഈ അത്ഭുത പ്രവൃത്തിയിൽ അവൻ്റെതായ കടമ, കർത്തവ്യം അല്ലെങ്കിൽ പങ്കാളിത്തം. 2, അവൻ യേശുവിന്റെ സമൂഹത്തിലെ അംഗമാണ്. 3ാമതായി, അവൻ ഒരു ചെറു ബാലകനെങ്കിലും കൊടുക്കുവാനുള്ള മനസ്സിന്റെ വലിപ്പം വലുതായിരുന്നു. 4ാമതായി, അവന്റെ കയ്യിൽ കൊടുക്കുവാനായിട്ട് അതിപ്രധാനമായ വിഭവം ഉണ്ടായിരുന്നു, റിസോഴ്സ് ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്താണോ ആവശ്യം അത് കൊടുക്കുകയും അത് വാങ്ങുകയും ചെയ്യുന്നതിനെയാണ് റിമാർക്കബിൾ റിസോഴ്സ് എന്ന് ഞാൻ വിളിക്കുന്നത്. റിസോഴ്സ് എന്ന് മാത്രമല്ല, റിമാർക്കബിൾ റിസോഴ്സ്. കാരണം ആ സന്ദർഭത്തിൽ ആ 5 അപ്പവും 2 മീനും എത്രമാത്രം വിലയേറിയതായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് യേശുവിന്റെ അത്ഭുത പ്രവൃത്തിയിൽ ഒരു ബാലകന്റെ പങ്ക് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ വേദഭാഗം പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിലുമൊക്കെ നമ്മൾ വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യമാണ് ദ റോൾ ഓഫ് ദിസ് സ്മോൾ ബോയ്. ഈ ചെറിയ ഒരു കുഞ്ഞിന്റെ ദൈവരാജ്യ വിരുന്നിന്റെ ഒരു ഫോർടെസ്റ്റ് ആയി കാണുന്നതായ ഈ വിരുന്നിൽ ഒരു കുഞ്ഞിനൊരു റോളുണ്ടോ? ചിലപ്പോഴൊക്കെ നമ്മൾ പറയും, കുഞ്ഞെ മോനെ നീ മാറി നിൽക്കണം അങ്ങോട്ട്, നിന്റെ സ്ഥലമല്ല, നിനക്കുള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താറുണ്ട് ചിലപ്പോഴൊക്കെ. അങ്ങനെയൊക്കെ ചിലപ്പോൾ നിസ്സാരമായി കുഞ്ഞുങ്ങളോട് സംസാരിക്കാറുണ്ട് നമ്മളൊക്കെ. ഒരു കുഞ്ഞിനെ സ്കൂളിൽ മാതാപിതാക്കൾ പ്രതീക്ഷയോടുകൂടെ അയക്കുമ്പോൾ ആ കുഞ്ഞ് ആരായി തീരുമെന്നുള്ള വലിയ പ്രതീക്ഷ ഒരുപക്ഷെ ആ കുഞ്ഞിന്റെ മനസ്സിലെങ്കിലും പഠിപ്പിക്കുന്ന അധ്യാപകനും അധ്യാപികയ്ക്കും പറഞ്ഞു വിടുന്ന മാതാപിതാക്കൾക്കും തീർച്ചയായിട്ടും ഉണ്ടാകും. ഇന്നത് ആയില്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ആയിത്തീരുവാനുള്ള സാധ്യതകളുള്ള ഒരു കുഞ്ഞ് എല്ലായ്പ്പോഴും നമുക്ക് ദൈവം തമ്പുരാൻ തരുന്നത്. യേശു തമ്പുരാൻ പറയുന്ന ഒരു ഉദാഹരണമുണ്ടല്ലോ, കടുകുമണിയുടെ വിത്തുകളിൽ ഏറ്റവും ചെറുതാണ് കടുകുമണി, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു ജീവനുണ്ട് എന്നുള്ളത് പറയുന്നതാണ്. അത് വളർന്ന് അതിന്റെ കൊമ്പുകളിൽ പക്ഷികൾ വന്ന് സങ്കേതപ്പെടുന്നത്, അതിൽ വന്ന് വസിക്കുന്നത് ഓർക്കുമ്പോൾ ഒരു ചെറിയ കടുകുമണിക്ക് ഇത്രമാത്രം സംഭാവനകൾ നൽകുവാൻ കഴിയുമെങ്കിൽ
ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന ഈ ചെറുബാലകൻ അല്ലെങ്കിൽ ചെറുമക്കളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിലുള്ള വലിയതായിട്ടുള്ള കഴിവിനെ നിസ്സാരമായി കാണുവാൻ ഇടയാകാതിരിപ്പാൻ എല്ലായ്പ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഒരു കുഞ്ഞിനെ മുന്നു നിർത്തിക്കൊണ്ട് യേശു പറഞ്ഞത്, ദൈവരാജ്യം ഈ ശിശുവിനെ പോലെയാണ്. നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആയില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയുകയില്ല. എന്റെ ദൈവം എത്ര വലിയ ദൈവമാണ്. ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ഒക്കെ സ്നാനവും ഒക്കെ പറയുന്ന ഇടത്ത് കർത്താവ് എത്ര ഉന്നതനായി നമുക്ക് ഈ വിഷയങ്ങൾ പറഞ്ഞു തരികയാണ്. 10,000-ത്തിലധികം ആളുകൾ തിങ്ങിക്കൂടിയതായ ഈ സമൂഹത്തിൽ ഒരു കുഞ്ഞിനെ ദൈവം തമ്പുരാൻ അഡ്രസ് ചെയ്ത് എല്ലാ സുവിശേഷങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഏക അത്ഭുത പ്രവൃത്തി ഇത് മാത്രമാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നോട്ട് ഓൺലി ദ റോൾ ഓഫ് ദിസ് പർട്ടിക്കുലർ പേഴ്സൺ ഓർ എ ചൈൽഡ് ആൻഡ് അവർ റോൾ ടു ബി കൺസിഡേർഡ്. ഒരു കുഞ്ഞിനോടുള്ള ഇടപെടലിലൂടെ കുഞ്ഞ് അർത്ഥവത്തായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പോലെ ദൈവം എന്നെ അർത്ഥവത്തായ ജീവിതത്തിലേക്ക് നയിക്കുന്നു. ആൻഡ് ഹിസ് റിസർവേഷൻ ഇൻ ദ ക്രൗഡ് ഓഫ് ജീസസ്. He wanted to be in the crowd of Jesus. He wanted to be with Jesus Christ. അവൻ പോയി ഏതെങ്കിലും സ്ഥലത്ത് പോയിരുന്നല്ല. പള്ളിയിലോ വന്നപ്പോൾ പള്ളിയുടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരുന്നു കൊണ്ട് അപ്പനോ അമ്മയോ കൊടുത്ത മൊബൈൽ എടുത്തുകൊണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്നതല്ല. ഇന്ന് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പള്ളിയുടെ പുറകിൽ എവിടെങ്കിലും മാറി നിന്നുകൊണ്ട് മൊബൈലുമായി കളിക്കുന്നതായിട്ടുള്ള അപ്പനും കാണും, ചിലപ്പോൾ അമ്മയും കാണും, ഒരുപക്ഷെ കുഞ്ഞുങ്ങളും കണ്ടേക്കാം. But he is part of this community, very much part of this community. അതുകൊണ്ടാണ് അന്ത്രയോസിന് ഈ കുഞ്ഞിനെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചത്. അതുകൊണ്ടാണ് ഈ കുഞ്ഞിനെ പിക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്ന ഏതൊരു കുഞ്ഞും ഏതൊരു പ്രിയപ്പെട്ടവരുമേ, ഞാൻ നിങ്ങളും യേശുവിന്റെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി തീരുമ്പോൾ മാത്രമേ യേശുവിന്റെ അത്ഭുത പ്രവൃത്തിയുടെ ഭാഗമായി തീരുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവരാജ്യത്തിന്റെ ഭാഗമായി തീരുവാൻ കഴിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളും അർത്ഥവത്തായ തലമുറയുടെ ഭാഗമായി തീരുവാൻ കഴിയുള്ളൂ. ഈ കുഞ്ഞിനെ കുറിച്ച് ഇന്ന് പറയുന്നത് പോലെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നാളെ ഈ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞതുപോലെ നാളെ നിങ്ങളെ കുറിച്ചും പറയുവാനായിട്ട് ദൈവം കാരണമാകും. ഇഫ് യു ടു ബി ദ പാർട്ട് ഓഫ് ജീസസ് ക്രൗഡ്, യേശുവിന്റെ ക്രൗഡിന്റെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി തീരണം. യു മസ്റ്റ് ബി എ മെമ്പർ ഓഫ് ദ ക്രൗഡ് ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിന്റെ കമ്മ്യൂണിറ്റിയുടെ അംഗമായി തീരുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. മൂന്നാമതായി ഇസ് റെസല്യൂഷൻ. എന്താ അവന്റെ റെസല്യൂഷൻ? ആൻഡ്രൂ വന്ന് ചോദിച്ചപ്പോൾ അവൻ കൊടുക്കാനായിട്ട് തയ്യാറായി. കുഞ്ഞുങ്ങൾ സാധാരണ എന്തെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് അങ്ങൊന്നും കൊടുക്കുകയില്ല, എന്നാൽ ഇങ്ങോട്ട് പിടിച്ച് പുറമോട്ട് കൈ ഇങ്ങനെ വെക്കുകയുള്ളൂ. അങ്ങനെയുള്ള കുഞ്ഞ് ഒരു പക്ഷേ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ ഒരു 10 വയസ്സോ 12 വയസ്സോ ആയെന്ന് നമുക്ക് കരുതാം. എന്നാലും കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യം. എന്നാൽ പോലും എൻ്റെ മനസ്സിൽ ഈ വേദഭാഗം ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഈ കുഞ്ഞിനെ കൊടുക്കുവാനുള്ള മനസ്സിനെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണുവാനായിട്ട് പാടില്ല. ഇത് പഠിച്ചത് അവന്റെ ഭവനത്തിൽ നിന്നാണ്. അവൻ പഠിച്ചത്, ഇത് മനസ്സിലാക്കിയത് അവന്റെ ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് നിന്നാണ്. പങ്കിടുന്നതായ ഒരു ഭാഗം അവർക്കുണ്ട്. അപ്പം നുറുക്കി പങ്കിടുന്നതായ ഒരു അനുഭവം അവർക്കുണ്ട്. എങ്കിൽ പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് പങ്കിടുവാനുള്ള ഒരു മനസ്സ് ഞാൻ നിങ്ങൾ ഉണ്ടാകണം. ഇത് തുടർന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായി പറയാം, ജെറുസലേം സഭ ആദിമ സഭകളിൽ ഒന്നാണല്ലോ ജെറുസലേം സഭ. ആ സഭയെക്കുറിച്ച് അപ്പോസ്തലന്മാരുടെ പ്രവർത്തിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവർക്ക് ഉണ്ടായിരുന്നത് ഒക്കെ അവർ പൊതുവിൽ എന്ന് എണ്ണി. They found everything common for all. എല്ലാം അവർക്ക് പൊതുവിൽ എന്ന് എണ്ണുവാനായിട്ട് സാധിച്ചു. അങ്ങനെ എന്ന് വരികിൽ അവൻ പിടിച്ചു വെക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചവനല്ല, അവൻ കൊടുക്കുവാനായിട്ട് ഇടയായതാണ്. യൂദായുടെ ലേഖനത്തിൽ ഞാൻ പറയുകയുണ്ടായി, അപ്പോസ്റ്റോലിക് ടീച്ചിങ്ങിന്റെ ഒരു പ്രത്യേകത കൂടെ അതാണ് പ്രിയമുള്ളവരെ, കൊടുക്കുവാനായിട്ടുള്ളത്. ഇന്ന് പ്രോസ്പെരിറ്റി ഗോസ്പൽ പറയുന്ന എന്തെനിക്ക് കിട്ടും. ഇന്ന് പല ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും അതാണ്. നീ വന്നു കഴിഞ്ഞാൽ നിനക്കത് കിട്ടും, നിനക്ക് ഇത് കിട്ടും, നിന്നെ അനുഗ്രഹിക്കാതെ നിന്നെ വിടുകയില്ല, നീ വാലല്ല നിന്നെ ഞാൻ തലയാക്കും. ഇങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ നമ്മൾ ഒത്തിരി കേൾക്കാറുണ്ട് പ്രിയമുള്ളവരെ. എന്നാൽ അപ്പോസ്റ്റോലിക് ടീച്ചിങ്ങിന്റെ പ്രത്യേകത എന്നറിയാമോ? അവർ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായിരുന്ന സമ്പത്ത് അവർ യേശുവിന്റെ ശിഷ്യന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാവർക്കും കൊടുത്താട്ടെ. ഇന്നത്തെ അവസ്ഥ എന്താണ്? എനിക്ക് എന്ത് കിട്ടുമെന്നുള്ളതാണ്. പ്രോസ്പെരിറ്റി ഗോസ്പലാണ്. എന്നാൽ ഈ ബാലകനിലേക്ക് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സ്വഭാവമാണ്. ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെ, ജീവിതശൈലിയിലൂടെ നേടിയെടുക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്വഭാവമാണ് ഉള്ളത്, പങ്കിടുവാനായിട്ടുള്ളതായ അനുഭവം. ഇവിടെ he was ready to
distribute what he had. അവനുണ്ടായിരുന്നത്, അവന്റെ കയ്യിൽ അവന്റെ സ്വത്തായി കരുതിയിരുന്നത്, ഒരുപക്ഷെ തിരിച്ചു പോകുമ്പോഴും കുറച്ച് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നത് അവൻ പങ്കിടുവാൻ തക്കവണ്ണം അവൻ തീരുമാനിച്ചു. നാലാമതായി, ഒടുവിലായി, ഹിസ് റിമാർക്കബിൾ റിസോഴ്സസ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും റിമാർക്കബിൾ ആയ റിസോഴ്സ് എന്താണ്? ചിരിക്കാനുള്ളതാണോ? പങ്കിടുവാനായിട്ടുള്ളതാണോ? അതോ നന്നായി പഠിപ്പിക്കാനുള്ള കഴിവാണോ? നന്നായി പ്രസംഗിക്കുവാനുള്ള കഴിവാണോ? അല്ലെങ്കിൽ എല്ലാവരെയും വീട്ടിൽ വരുമ്പോൾ സ്വീകരിക്കാനും ആദരിക്കുവാനുള്ള കഴിവാണോ? എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് പ്രിയമുള്ളവരെ. അത് ചിലപ്പോൾ നിരവധി കഴിവുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ അത് കണ്ടെത്തി കൃത്യമായ സന്ദർഭത്തിൽ അത് കൊടുത്താൽ മാത്രമേ ഒരു ബാങ്കറ്റ് ഉണ്ടാകത്തുള്ളൂ, ഒരു ഗ്രേറ്റ് മീൽ ഉണ്ടാകത്തുള്ളൂ, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകത്തുള്ളൂ. എന്ത് ചെയ്തു ബാലകൻ? ആൻഡ്രൂസ് പോയി ഈ ബാലകനെ കണ്ടെത്തി. And the boy was ready to give to the hands of Jesus. യേശുവിന്റെ കരങ്ങളിലേക്ക് അത് കൊടുത്തു. യേശു അതെടുത്ത് പ്രാർത്ഥിച്ചു. യേശു അത് പ്രാർത്ഥിച്ച് 50-100 പേരായിട്ട് ഈ ആളുകളെ ഇരുത്തി. അതൊരു നിർജ്ജന പ്രദേശമാണെന്ന് പറയുന്നുണ്ട്, ഒരു വൈകിയ സമയമാണെന്ന് പറയുന്നുണ്ട്. അതായത് നേരം വൈകി. ഈ കാലഘട്ടം ഒരു നേരം വൈകിയതായ കാലഘട്ടമാണ് പ്രിയമുള്ളവരെ. രോഗം നിറഞ്ഞതായ ഒരു കാലഘട്ടം, നന്നേ താമസിച്ചു പോയി എന്ന് തോന്നുന്ന ഒരു കാലഘട്ടം. യേശുവിലേക്ക് വരുവാനായിട്ട് അല്പം കൂടെ മുന്നമേ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്ന ഒരു സന്ദർഭം. അത് നല്ല കാര്യമാണ്. He was ready to give this remarkable resource to the hands of Jesus. യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ അവൻ തയ്യാറായതാണ്. അങ്ങനെയെന്ന് വരികിൽ പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിന്റെ വിരുന്നിന് എനിക്ക് നിങ്ങൾക്കും പങ്കുകാരായി തീരണമെങ്കിൽ എന്ത് കൊടുക്കുവാനായിട്ട് ഉണ്ട്? 4 R's: റോൾ, റിസർവേഷൻ, റെസല്യൂഷൻ ആൻഡ് റിസോഴ്സസ്. യേശുവിന്റെ അത്ഭുത പ്രവൃത്തിയിൽ ഈ ചെറുബാലകന് ലഭിക്കുന്ന വലിയ അവസരം. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിന്റെ വിരുന്നിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരം. മാനസാന്തരപ്പെടുക, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. യേശുവിന്റെ രണ്ടാമത്തെ വരവിൽ ഞാനും നിങ്ങളും അവനോടൊപ്പം ഇരുന്ന് ഈ വിരുന്ന് ആസ്വദിക്കും. ഇതൊരു മുന്നാസ്വാദനമാണ്, ഇതൊരു ഫോർടേസ്റ്റ് ആണ് എങ്കിൽ, അതിന്റെ അടയാളമാണ് എങ്കിൽ, പ്രിയമുള്ളവർ, യേശുവിനോടൊപ്പം ഇരുന്നുള്ള വലിയൊരു വിരുന്നിന് വേണ്ടി എന്ത് വിഭവമാണ് നമുക്ക് ഉള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന് അർത്ഥവത്തായ മൂല്യങ്ങളെ നമുക്ക് സൂക്ഷിക്കാം. ഞാൻ ഒരു കാര്യം കൂടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഈ മിറക്കിളിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് അത്ഭുതമൊക്കെ നടത്തിയതിനു ശേഷം ഒടുവിലായി പറയുന്നു, ബാക്കി ഉള്ളത് ഒക്കെ നിങ്ങൾ ശേഖരിക്കണം. അഥവാ ഡോണ്ട് വേസ്റ്റ് എനി സിംഗിൾ പീസ്. ഒരു ചെറിയ കഷ്ണം പോലും. നമ്മുടെ ഭക്ഷണമേശയൊക്കെ എത്ര ഭക്ഷ്യവസ്തുക്കൾ കൊണ്ട് വികൃതമാക്കപ്പെടുന്നു, ഉപേക്ഷിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ എത്രയോ കോടി ജനതകൾ ദാരിദ്ര്യത്തിൽ കഴിയുന്നു. വിദ്യാഭ്യാസം നേടിയത് കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം പ്രിയമുള്ളവരെ? ഒരു ചെറിയ ഭക്ഷണമേശയിലെ വിഭവങ്ങൾ ശ്രദ്ധയോടുകൂടെ ഉപയോഗിക്കുന്നു തന്നെ കോടിക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ. ഒരു സിംഗിൾ ഗ്രെയിൻ ഞാനും നിങ്ങളും സേവ് ചെയ്യുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ആളുകൾക്ക് ഭക്ഷ്യവസ്തുവായി അത് രൂപാന്തരപ്പെടും. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ഈ അത്ഭുത പ്രവൃത്തിയിലെ ഒരു റിമാർക്കബിൾ ആയ ഒരു ടേൺ എന്ന് പറയുന്നത്, യേശു ശിഷ്യന്മാരോട് പറയാണ്, യു കളക്ട് ഓൾ ദി റെമനൻസ്, എല്ലാം അവശേഷിച്ചിരിക്കുന്നു ഒക്കെ കളക്ട് ചെയ്യണം. ഇവിടെ പറഞ്ഞിരിക്കുന്നു 12 baskets full of broken pieces and of the fish. കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ വന്നതായ മനോഹരമായ ഒരു ചിത്രം ടാറ്റയുടെ ഒരു ആടായിട്ടാണ് വന്നിരിക്കുന്നത്. ടേക്ക് ഓൾ യു ക്യാൻ ഈറ്റ്. കഴിക്കാൻ പറ്റുന്നതൊക്കെ എടുക്കാം. രണ്ടാമത് പറയുന്നത് ബട്ട് ഈറ്റ് ഓൾ യു ടേക്ക്. പക്ഷെ നീ എടുത്തിരിക്കുന്ന എല്ലാം കഴിക്കണം, ഒന്നും വേസ്റ്റ് ചെയ്യരുത്. താഴെ എഴുതിയിരിക്കുകയാണ്, യെസ്റ്റർഡേസ് വേസ്റ്റേജ് വാസ് 45 kgs വിച്ച് ക്യാൻ ഫീഡ് 180 people. പ്രിയമുള്ളവരെ, എൻ്റെ നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് ചലനം നമുക്കുണ്ടാക്കാൻ പറ്റും?